ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള എല്ലാ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാത് ടൈമിൽ നിങ്ങൾക്ക് അതാത് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. cap.mgu.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് UG പ്രോഗ്രാം ഓണേഴ്സ് CAP 2024 ഓണേഴ്സ് ബിരുദം ഏകജാലകം എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, ലോഗിൻ, റിസോഴ്സസ്, ഷെഡ്യൂൾ 2024, കോളേജസ് ആൻഡ് പ്രോഗ്രാംസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്, ഏതൊക്കെ കോളേജസുകളാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഈ ഒരു കോളേജ് കോഴ്സുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു പ്രയോറിറ്റി ബേസിലാണ് ആ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് എളുപ്പം കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂളാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി 2024 ഷെഡ്യൂളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് നോക്കാം. അപ്പോൾ 15/5 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/6/2024 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് 7/6 തന്നെയാണ് വരുന്നത്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് 12/6/2024 ആണ്. അതിനുശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനോ ഒക്കെയുള്ള ഒരു ഓപ്ഷൻ, എഡിറ്റ് ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അത് 12/6 മുതൽ 13/6 വരെയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18/6 പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ ലഭിക്കുന്നു അവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പം ആ ഒരു ഫീ പേയ്മെൻറ്റ് വരുന്നത് 18/6 മുതൽ 19/6 4 മണി വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ടെമ്പററി ആൻഡ് പെർമനൻറ്റ് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു അഡ്മിഷൻ എടുക്കേണ്ടത് പറയുന്നത് 18/6 മുതൽ 19/6 വരെയാണ്. അടുത്തത് പറയുന്നത് അതിനുശേഷം ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻസ് മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഡിലീറ്റ് ആൻഡ് റീഅറേഞ്ച് മാത്രമാണ് ഉള്ളത്. അത് പറയുന്നത് 20/6/2024 ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 24/6 പ്രസിദ്ധീകരിക്കും. അതിനുശേഷമുള്ള ഫീ പേയ്മെൻറ്റ് 24/6 മുതൽ 25/6 വരെയാണ്. അഡ്മിഷൻ എടുക്കേണ്ടത് 24 മുതൽ 25 വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഓപ്ഷൻസ് മാത്രം എഡിറ്റ് ചെയ്യാം. അതും 26/6 വരുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് 28/6 പ്രസിദ്ധീകരിക്കും. അതിനുശേഷമുള്ള ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 28 മുതൽ 29 ആണ്. അഡ്മിഷൻ എടുക്കേണ്ടത് 28/6 മുതൽ 29/6 വരെ. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പം അത് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/7 SC/STക്കാർക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ 1/7 മുതൽ 3/7 വരെയാണ്. അതിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന 6/7 ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 6/7 മുതൽ 8/7 വരെയാണ്. കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് 6/7 മുതൽ 8/7 വരെയാണ്. പിന്നെ സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പറയുന്നത് 9/7 മുതൽ 10/7 വരെയാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 12/7 യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് 12/7 മുതൽ 15/7 വരെയാണ്. അഡ്മിഷൻ വരുന്നത് 12/7 മുതൽ 15/7 വരെയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ വന്നതിന് ശേഷം സീറ്റ് വേക്കൻസിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും. അത് 17/7 മുതൽ 19/7 വരെയാണ് അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 23/7 അപ്പം എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. 29/7 മുതൽ 30/7 വരെയാണ്. അഡ്മിഷൻ എടുക്കേണ്ടത് 29 മുതൽ 30 വരെയാണ്. നെക്സ്റ്റ് വരുന്നത് കോളേജ് വൈസ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പോലെയാണ് വരുന്നത്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ 31/7 മുതൽ 1/8 വരെയാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2/8 അഡ്മിഷൻ 2/8 മുതൽ 5/8 വരെയാണ്. വീണ്ടും വരുന്നുണ്ട്, സെക്കൻഡ് ഫേസ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ. അതിൽ 6/8 മുതൽ 7/8 വരെയാണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 8/8. കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് 8/8 മുതൽ 9/8 വരെയാണ്. അഡ്മിഷൻ ക്ലോസ് ആവുന്നത് 9/8/2024. അപ്പോൾ ഈ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനകത്തൊരു പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ആ ഒരു ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ തന്നെ എല്ലാം കൂടെ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഈ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് റിസോഴ്സസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്താൽ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് വായിച്ച് നോക്കുക. നെക്സ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ എന്നുണ്ട്, സ്റ്റുഡൻറ്റ് അലോട്ട്മെൻറ്റ് 1 എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേഷനാണ്, നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട് ക്രിയേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ കൊടുക്കുക, പിന്നെ ഇയർ ഓഫ് പാസിംഗ് 2024 ആണെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അത് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആധാർ നമ്പർ കൊടുക്കുക, വീണ്ടും ആ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ പാസ്വേഡാണ്, നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, പിന്നെ നമ്പേഴ്സ് ഉണ്ടാവണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ഇങ്ങനെയാണ് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൺഫേം ചെയ്യുക പാസ്വേഡ്. പിന്നെ നിങ്ങളുടെ ബോർഡ് കൊടുക്കുക, ഏത് ബോർഡാണെന്ന് വെച്ചാൽ HSC ആണോ VHSC ആണോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ബോർഡ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെയാണ് പോയി നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫോൺ നമ്പറൊന്നും ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫോൺ നമ്പറിലേക്കാരും SMS ആയിട്ടായിരിക്കും വരുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ ആയാലും പാസ്വേഡ് ആയാലും ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ഫോണിലേക്ക് വരും. അതുപോലെ തന്നെ ഇമെയിൽ IDയും വാലിഡായിട്ട് തന്നെ കൊടുക്കണം, അതിലേക്കും ഡീറ്റെയിൽസ് വരും. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പറഞ്ഞ പോലെ SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൊടുക്കുക. പിന്നെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏതാണോ SC ST ആണോ ജനറൽ ആണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് ടിക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ പാസ്വേഡ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ഫ്യൂച്ചർ യൂസിന് പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ഗോ ടു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് പേജ് എന്നുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇവിടെ നമ്മൾ നേരത്തെ പ്രീവിയസ് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് റിലീജിയൻ ആണ്. നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക, കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക, കാസ്റ്റ്, സെക്സ്, അതുപോലെ നിങ്ങളുടെ ഗാർഡിയൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര്, നാഷണാലിറ്റി, ആനുവൽ ഇൻകം, ഇത്രയൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ്. ഇപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സ് അതിവിടെ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ കൊടുക്കുന്ന അതായത് പ്രസൻറ്റ് അഡ്രസ്സിൽ കൊടുക്കുന്ന അതേ അഡ്രസ്സ് തന്നെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ വെയിറ്റേജ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അപ്പോൾ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC ഇങ്ങനെയുള്ള വെയിറ്റേജും പോയിൻറ്റ്സും ഉള്ളവർ ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ +2 ലെവൽ മീൻസ് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ലെവൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വെയിറ്റേജ് പോയിൻറ്റ്സ് കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിന് ബോണസ് പോയിൻറ്റ്സ് ഉണ്ട്. 15 പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ബോണസ് മാർക്ക് വരുന്നത്. അതുപോലെ ഇവിടെ നോക്കുക, ഡു യു ഹാവ് സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മിനിമം ഓഫ് എ റവന്യൂ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ അറ്റ് +2 ലെവൽ. അപ്പോൾ മിനിമം ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരായിരിക്കണം. പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ളവർക്കും കൊടുക്കാം. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്തതിന് ശേഷം S ഉണ്ടെങ്കിൽ S കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ +2 കൊടുക്കുക. നെയിം ഓഫ് ബോർഡ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് അത് വരും. അതുപോലെ ഇയർ ഓഫ് പാസിംഗ് നമ്മൾ കൊടുത്തതാണ്. പിന്നെ ഇവിടെ സ്ട്രീം കൊടുക്കുക, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആയിരുന്നോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങളെടുത്ത് മുൻപിൽ വെക്കുക. ആ സെയിം മോഡൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിം മോഡലിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ഏതായിരുന്നു, പിന്നെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഏതൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും വരുന്ന മാർക്ക് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം മാർക്ക് എത്രയിലായിരുന്നു അതെല്ലാം നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഡിഗ്രിക്ക് BA അറബിക് അല്ലെങ്കിൽ BA സംസ്കൃത് അല്ലെങ്കിൽ BA തമിഴൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ വേണം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ 40 ഓപ്ഷൻസ് വരെ കൊടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാം ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ BA ഹിസ്റ്ററി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു BA ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നില്ലെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് BA ഹിസ്റ്ററി ഏതൊക്കെ കോളേജുകളിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എയ്ഡഡ് കോളേജാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അപ്പം ഫസ്റ്റ് നിങ്ങൾ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല മാർക്സ് ഉള്ളവരൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന സെലക്ട്, ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രോഗ്രാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് BA ഹിസ്റ്ററി തന്നെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും BA ഹിസ്റ്ററി തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അതും നില്ലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വേറൊരു കോളേജ് നമുക്ക് സെയിം BA ഹിസ്റ്ററിക്ക് ഞാൻ വേറൊരു കോളേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ശ്രീശങ്കര കോളേജ് കാലടിയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, അതും എയ്ഡഡ് കോളേജാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനുകളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 40 ഓപ്ഷൻസ് വരെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഓരോ കുട്ടികൾക്കും അവർ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കോഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ BSc ഫിസിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണേൽ കൊടുക്കാം. അപ്പോൾ BA ഇംഗ്ലീഷ് തന്നെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുകളായിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജുകൾ മാറ്റി 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 കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എയ്ഡൊക്കെ കൊടുക്കുക. പിന്നെ മാർക്ക് കുറച്ച് കുറവുള്ള കുട്ടികളൊക്കെ സെൽഫ് ഫിനാൻസോട് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവരൊക്കെ അവസാനമായിട്ട് സെൽഫ് ഫിനാൻസ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് വൺ മോർ ഓപ്ഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സേവ് ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ജനറൽ വിഭാഗത്തിന് 800 രൂപയാണ് വരുന്നത്. SC/ST വിഭാഗത്തിന് 400 രൂപയുമാണ് വരുന്നത്. നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് UPIയിലൂടെയൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം, എന്നാലേ ട്രാൻസാക്ഷനൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്യാഷൊക്കെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല നെറ്റ് സ്പീഡ് ഉള്ള സമയത്ത് മാത്രം ട്രാൻസാക്ഷൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വരുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ പേജ് ആണ്. അപ്പോൾ അവിടെ നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ വരും. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ്, കൾച്ചറൽ, അതുപോലെ PD, കമ്മ്യൂണിറ്റി കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരും നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് അവിടെ താഴെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് യെസ് നോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ പോലെ സ്പോർട്സ് കോട്ടയിലേക്കും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളവിടെ യെസ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് തുടർന്നുള്ള ഓപ്ഷൻസ് കൊടുക്കേണ്ട ആ ഒരു പേജ് വരും. അപ്പം അതിന് ഓരോന്നിനും നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോളേജുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരെ മാത്രമേ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റിലേക്കും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിലേക്കും ഒക്കെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ കൊടുക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജുകളൊക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഒക്കെ പിന്നീട് നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോ അതാത് ടൈമിൽ ചെയ്യും. അപ്പം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്